എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ. But they who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. Isaiah chapter 40, verse 31. We begin with the sign of the cross. In the name of the Father, and of the Son, and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുനാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ തിന്മയോട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളില് നീ വാഴ്ത്തപ്പെട്ടവളാകും. നിന്റെ വയറ്റിലെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകും. ശുദ്ധമുള്ള കന്യമറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എന്ന ഏകനായ ദൈവം തമ്പുരാനെ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ കൃപകളാൽ എല്ലാ ശനിയാഴ്ചയും വിശുദ്ധ മറിയം വീടിന്റെ കീഴിൽ നടത്തുന്ന പ്രാർത്ഥനാ യോഗം ഈ ശനിയാഴ്ചയും 9:30 ഇന്ത്യൻ ടൈമില് നിന്റെ തിരുസന്നിധിയില് കൂടുവാൻ, നിന്റെ മുഖത്ത് നോക്കി നിന്നെ ആരാധിക്കുവാൻ, നിന്നോട് പ്രാർത്ഥിക്കുവാൻ, നിന്റെ ദിവ്യാനുഗ്രഹം പ്രാപിക്കുവാൻ ഇട നൽകിയ ഈ നല്ല രാത്രി ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. നീയാണ് ജീവൻ, നീയാണ് വഴി, നീയാണ് സത്യം, നീയാണ് ഉത്ഭവം, നീയാണ് പര്യവസാനം. നാഥ, നിന്നെ നോക്കിയുള്ള യാത്രകളില് നിന്റെ വചന പ്രകാരം നീ ആരംഭിച്ചിരിക്കുന്ന വിശുദ്ധ മറിയം ഭവനവും അനുബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്നയോളം സഹായിച്ച നിന്റെ അനന്തമായ കൃപയോർത്ത് സ്തുതിക്കുകയാണ്. ദേവരെ സഹായിക്കുകയും സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെ സഹായിക്കുകയും എല്ലാവരെയും നീ അനുഗ്രഹിക്കട്ടെ. അനേകര് പല പ്രാർത്ഥനാ മേഖലകളില് അടിയങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയങ്ങളുണ്ട്. നീ എല്ലാം മുൻകൂട്ടി അറിയുന്നവരായതുകൊണ്ട് ഞങ്ങളെ ദൗത്യം അപ്പോൾ നീ അത് ചെയ്തു കൊടുക്കുമെന്ന നിന്റെ വചനം ഓർത്തുകൊണ്ട് നിന്റെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം നിന്റെ തിരുസന്നിധിയിൽ സൗഖ്യവും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും സർവോപരി ആത്മനിറവും രക്ഷയും നിന്റെ മക്കൾക്കായി കൊടുക്കട്ടെ. യേശു എന്ന ഏകനായ ദൈവനാമത്തില് അമ്മയുടെ മധ്യസ്ഥയാതനകളാൽ തന്നെ. ആമീൻ. Psalm 121. I look to the mountains. Where will my help come from? My help will come from the Lord who made heaven and earth. He will not let you fall. Your protector is always awake. The protector of Israel never dozes or sleeps. The Lord will guard you. He is by your side to protect you. The sun will not hurt you during the day, nor the moon during the night. The Lord will protect you from all danger. He will keep you safe. He will protect you as you come and go, now and forever. This is the word of the Lord. Praise be to God. ും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരോളം വൻകേരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ
ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ ബാലകൻ താൻ ഇല്ലെനിക്കോ ഖേദമോട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരോളോ വൻകിരിയിൽ. ശത്രുഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. നീതിയൻ സൽപദകളിൽ നിത്യവും നടത്തിടുന്നു. നീതിയൻ സൽപദകളിൽ നിത്യവും നടത്തിടുന്നു. ശോഭയേറും സത്പുരിയിൽ തീരാമതിൽ ചേർത്തിടുന്നു. ശോഭിതപുരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരോളോ വൻകിരിയിൽ. വാനസേനാഗാനം പാടി വാണിടുന്ന സ്വർഗസിയോൻ ധ്യാനിച്ചിടും നേരമെൻ്റെ മനസം മോദിച്ചിടുന്നു. ധ്യാനിച്ചിടും നേരമെൻ്റെ മനസം മോദിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്നിടും ഞാൻ സ്വർഗദേശം. ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ. ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരോളോ വൻകിരിയിൽ. Psalm 91. He who dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the fowler's snare and from the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. His faithfulness will be your shield and rampart. You will not fear the terror of night, nor the arrow that flies by day, nor the pestilence that stalks in the darkness, nor the plague that destroys at midday. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. You will only observe with your eyes and see the punishment of the wicked. If you make Most High your dwelling, even the Lord, who is my refuge, then no harm will befall you, no disaster will come near your tent. For He will command His angels concerning you to guard you in all your ways. So they will lift you up in their hands, so that you will not strike your foot against a stone. You will tread upon the lion and the cobra. You will trample the great lion and the serpent. Because He loves me, says the Lord, I will rescue him, I will protect him, for He acknowledges my name. He will call upon me, and I will answer him. I will be with him in trouble. I will deliver him and honor him. With long life will I satisfy him and show him my salvation. Amen. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഈ രാത്രിയിൽ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ.
പല ദേശങ്ങളിൽ പല ഭവനങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ മുട്ടുമടക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ അവിടുന്ന് അറിയുന്നല്ലോ. അതിന്മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുവിന് നാൾ നിങ്ങൾക്ക് തുറക്കും, യാചിപ്പിന് നാൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഞങ്ങൾ അന്വേഷിക്കുന്ന കണ്ടെത്തപ്പെടണമേ, ഞങ്ങൾ മുട്ടുന്നു ഞങ്ങൾക്ക് തുറക്കണമേ, ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾക്ക് ലഭിക്കണമേ. കർത്താവെ, 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പിതാവേ, കർത്താവ് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛന്റെ താലന്തിനെ കർത്താവെ അന്ത്യത്തോളം വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അച്ഛനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിപ്പാൻ എല്ലാം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പാലിയേറ്റീവ് കെയർ റിട്രീറ്റ് സെന്റർ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, വിശുദ്ധ മറിയമ്മയെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ അന്തേവാസികളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന മക്കൾക്ക് കർത്താവിന്റെ ആണിപ്പെടുത്തുള്ള കരം തൊട്ട് സൗഖ്യം കൊടുത്ത് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്നവനായ കർത്താവെ, അടിയങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം മക്കളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിനായി സ്പോൺസർ ചെയ്യുന്ന എല്ലാ മക്കളെയും കുടുംബമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരുടെ വിഷയങ്ങൾ എന്തെന്ന് അടിയങ്ങൾ അറിയുന്നില്ലെങ്കിലും എന്റെ കർത്താവ് അവിടുന്ന് എല്ലാം അറിയുന്നല്ലോ നാഥ. അതിന്മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ പ്രവർത്തിക്കണമേ. സഹായിക്കുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാ കാര്യങ്ങളിലും കർത്താവെ അച്ഛന്റെ സാന്നിധ്യം സഹായവും ഇല്ല, അവിടുന്ന് കർത്താവ് കരുണയും കൃപയും കൊടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, കർത്താവെ, പാലിയേറ്റീവ് കെയർ റിട്രീറ്റ് സെന്ററിനും എല്ലാം സപ്പോർട്ടായി നിന്ന് സ്പോൺസർ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ എല്ലാ വിവിധ ആവശ്യങ്ങളിന്മേലെല്ലാം എന്റെ ദൈവത്തോടൊന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായി പണികളെല്ലാം തീർന്ന് എത്രയും പെട്ടെന്ന് അതിന്റെ ഉദ്ഘാടനങ്ങളെല്ലാം നടക്കുവാനും അനേകം മക്കൾക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും എല്ലാം കർത്താവിന്റെ കരുതലും കാവലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. നാഥാ, അവിടുന്ന് യാചനകൾക്ക് മറുപടി തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കിടക്കെ യാതൊരു ആപത്തും വരുത്താതെ നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും കർത്താവെ ആയിരിക്കുന്നിടത്ത് കാത്തു പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബാർക്കുമോർ കടൽക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ, റബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരാകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ കണ്ടു, നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവ് അത്രയും സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിന് ജീവൻ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമെന്നും
പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ. എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. യേശു എന്ന ഏകനായ ദൈവം തന്റെ ആത്മാവിനാൽ അവന്റെ വചനം നമ്മളോട് സംസാരിക്കുകയും വചനം മൂലം അനേകര് രക്ഷപ്പെടുകയും സൗഖ്യവും സമാധാനവും ശാന്തിയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരണ്ട നിലം മരുഭൂമി ആനന്ദിക്കട്ടെ, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീഷ്പുഷ്പം പോലെ പൂക്കട്ടെ, അത് മനോഹരമായി പൂത്ത് ഉല്ലസിച്ച് ആഘോഷിച്ച് ആനന്ദിക്കട്ടെ. ഏഷ്യാവിന്റെ പുസ്തകം 35:1-2. ഇതായിരുന്നു വായന. 35-ാം വാക്യം, 6-ാം അധ്യായം 35-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം. I am the living God, I am the bread, whoever comes me never hungry, whoever believes me never thirsty. ഞാനാണ് ജീവനുള്ള ദൈവം, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഏഷ്യാവിന്റെ വചനപ്രകാരം വെള്ളത്തിനുള്ള ദാഹമല്ല, അപ്പത്തിനുള്ള വിശപ്പല്ല, പിന്നെയോ ദൈവാത്മാവിനെയും ദൈവത്തെ പ്രതിയുള്ളതായ ഈ ലോകത്തിലെ വെള്ളവും ആഹാരവും കുടിക്കുന്നവന് അത് ഇൻസേഷ്യബിൾ ആണ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരിക്കലും തെറ്റി വരികയില്ല. എങ്കിലോ ദൈവത്തിൽ അടുക്കുമ്പോഴ്, ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴ്, ദൈവവുമായി അവൻ ചേർന്നലിയുമ്പോഴ് നമ്മുടേതായ ദാഹം എന്തിനു വേണ്ടി ദാഹിച്ചുവോ, എന്തിനു വേണ്ടി വിശന്നോ, അതിനെല്ലാം സംതൃപ്തി ലഭിക്കുമെന്നത്രേ ദൈവവചനം നമ്മളെ സൂചിപ്പിക്കുന്നത്. എത്രമാത്രം സമ്പത്തുണ്ടാക്കിയാലും, എത്രമാത്രം സൗന്ദര്യം കിട്ടിയാലും, എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായാലും, എത്രമാത്രം വീടുകൾ ഉണ്ടായാലും, എത്ര അധികാരങ്ങൾ ഉണ്ടായാലും ഒരിക്കലും മനുഷ്യന് സംതൃപ്തി ഉണ്ടാകുകയില്ല. Never ever any human being is satisfied with all worldly luxuries or comfort or necessities, whatever they have. Again, they wanted to get more and more. അതാണ് സമരിയക്കാരി സ്ത്രീയോടും ക്രിസ്തു പറഞ്ഞത്. നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞു എങ്കിൽ നീ അവനോട് ജീവനുള്ള വെള്ളം തരുവാൻ അപേക്ഷിക്കുമെന്നാണ്. അവൻ പറഞ്ഞു, ഞാനാണ് ജീവന്റെ ഉറവിടമെന്നും, ഞാനാണ് എന്റെ അടുക്കൽ വരുന്നവനാണ് ഒരിക്കലും വിശ്വസിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കാതെ ഇരിക്കണം എന്നു. ഇങ്ങനെ ഒരു സംഭവ കഥ. 11 വയസ്സുകാരനായ പാസ്റ്ററുടെ കുട്ടി, അതായത് രാവിലത്തെ കുർബാന സർവീസ് കഴിഞ്ഞതിന് ശേഷം ദൈവവചന ട്രാക്ക് എടുത്ത് ഒരേ ആൾക്കാരിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. ആ പർട്ടിക്കുലർ സൺഡേ ആരാധന കഴിഞ്ഞതിന് ശേഷം പെരുത്ത മഴയും വലിയ തണുപ്പുമാണ്. അപ്പോൾ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് നമുക്ക് പോകണ്ട ട്രാക്ക് കൊടുക്കാനായി. മകൻ പറഞ്ഞു, മഴയും മഞ്ഞും ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മഴയും തണുപ്പും ഉള്ളത് കൊണ്ട് ആത്മാക്കൾ നശിക്കപ്പെടുകയില്ലേ, ദൈവത്തെ കണ്ടുമുട്ടിയില്ല എങ്കിൽ, അറിഞ്ഞില്ല എങ്കിൽ. അപ്പോൾ അപ്പൻ പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ മോൻ പൊക്കോളാൻ പറഞ്ഞ് ബണ്ടിലെ ട്രാക്ക് ബണ്ടിൽ ചെയ്ത് മകന്റെ സഞ്ചിയിലിട്ട് കൊടുത്തു. മകൻ കൊടിയ തണുപ്പിലും മഴയത്തും നനഞ്ഞ് ഓരോ ട്രാക്ക് വഴിവക്കത്ത് സ്ട്രീറ്റിൽ കാണുന്ന കൊടുത്തു. ലാസ്റ്റ് ട്രാക്ക് മാത്രം കൊടുക്കാനുള്ളപ്പോഴ് ഇരുട്ടാണ്. ഒരു നാൽക്കവലയില് ഈ കുട്ടി 11 വയസ്സുകാരൻ കുട്ടി നിൽക്കി ആരെങ്കിലും വരുമോ എന്നറിയാനായി. ആരും വന്നില്ല. നെക്സ്റ്റ് ടേൺ ചെയ്തപ്പോഴ് കോർണറിലുള്ള വീട്ടിൽ ചെന്നിട്ട് കുട്ടി ബെല്ലടിച്ചിട്ട് ആരും തുറക്ക. അല്പനേരം നിന്നിട്ട് വീണ്ടും ശക്തിയോടെ അടുത്തടുത്ത് ബെല്ലടിച്ച് കൈ കൊണ്ട് വാതിൽ ഇടിച്ചു. പല പ്രാവശ്യം ഇടിച്ചു. കുറെ കഴിഞ്ഞപ്പോഴ്
ഒരു ദുഃഖിതയായ ഒരു അമ്മ വാതിൽ തുറന്ന് ഈ മകനെ കാണുകയില്ല. അപ്പൊ ചോദിക്കുന്നുണ്ട്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്താണ് മകനെ നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? നിന്റെ കണ്ണുകള് നിന്റെ ശരി. അപ്പോഴേ കുട്ടി പറഞ്ഞ കാര്യമുണ്ട്, ട്രാക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് ട്രാക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ട്രാക്കിലുണ്ട് ജീസസ് ലവ് ആൻഡ് ഹൗ ഹി സേവ്സ്. അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് തന്റെ അപ്പൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ചോദിച്ചു, ആർക്കെങ്കിലും വിറ്റ്നസ് പറയാനുണ്ടോ? ആർക്കെങ്കിലും നിങ്ങളുടെ സാക്ഷ്യം പറയാനുണ്ടോ എന്ന്. പുറകിലത്തെ ബെഞ്ചിൽ ഒരു അമ്മ എഴുന്നേറ്റ്, പ്രായമുള്ള അമ്മ എഴുതി മുന്നോട്ട് വന്ന് ആ മുഖം പ്രകാശിതമായിരുന്നു. അമ്മ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, എന്റെ ഭർത്താവ് അനേക വർഷങ്ങൾ മരിച്ചു. ആരും എന്റെ വീട്ടിൽ വന്ന് മുട്ടിയിട്ടില്ല, എന്നെ അന്വേഷിച്ചിട്ടില്ല. ഞാൻ അവസാനം ആരാരുമില്ലാതെ ഏകയായ സ്ത്രീയായി വിധവയായിരുന്നു. അന്ന് പെരും മഴയും തണുപ്പുള്ള രാത്രിയിൽ ഇനി യാതൊരു ജീവിതത്തിന്, ഒരു യാതൊരു പ്രത്യാശയുമില്ലാത്ത ജീവിതത്തിന് അവസാനം കുറുകി, അതായത് വീടിന്റെ മേൽക്കൂരയുടെ മുകളിൽ കസേരയിട്ട് കയറി മുകളില് കയറിന്റെ ഒരറ്റം കെട്ടി മറ്റേ അറ്റം തന്റെ കഴുത്തിൽ വെച്ച് കസേരയിൽ നിന്നു. നിൽക്കുന്ന സമയത്താണ് വാതിൽ മുട്ടുകേട്ടത്, ബെല്ലടിച്ചത്. അപ്പോൾ പെട്ടെന്ന്, ആരാണ്? എന്റെ വീട്ടിൽ ആരും മുട്ടാറില്ല, ആരും വരാറില്ല, എന്നെ അന്വേഷിക്കാറില്ല. അല്പം നിന്നു. അപ്പൊ ആരെങ്കിലും മുട്ടിക്കഴിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചു, പോയില്ല. വീണ്ടും മുട്ട ശക്തിയായി കേട്ടു. വീണ്ടും ചിന്തിച്ചു, കഴുത്തിൽ നിന്ന് കയറ് അല്പം ഊരിയിട്ട് ഒന്ന് പോയി നോക്കിയാലോ. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ശക്തമായ രീതിയിൽ ഇടിക്കുന്ന ശബ്ദം. കയറ് മാറ്റിയിട്ട് ഞാൻ എന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഏറ്റവും റേഡിയന്റ് കണ്ണും അത്രമാത്രം ഏഞ്ചലിക് സ്മൈലുമുള്ളതായ കുട്ടിയെയാണ്. ആ ട്രാക്കിൽ ഞാൻ ദൈവത്തെ കണ്ടെത്തി, എനിക്ക് പ്രത്യാശയായി എന്ന് അച്ഛൻ കൺക്ലൂഡ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെല്ലാം ക്രിസ്തുവിനെ കണ്ടെത്തണം. അവൻ മാത്രമാണ് ദൈവം എന്ന് വിശ്വസിക്കണം. അവന് നിന്റെ പ്രകാശം, നിന്റെ അന്ധകാരം മാറ്റി പ്രകാശം കൊടുക്കുവാൻ, നിരാശ മാറ്റി നിനക്ക് പ്രത്യാശ കൊടുക്കുവാൻ, അസഹിഷ്ണുത മാറ്റി സഹിഷ്ണുത കൊടുക്കുവാൻ, സ്നേഹമില്ലായ്മ മാറ്റി സ്നേഹം കൊടുക്കുവാൻ, രക്ഷയില്ലായ്മ മാറ്റി രക്ഷ കൊടുക്കുവാൻ ശക്തനാണ് ദൈവവചനം. 1 പത്രോസ് 5:7. നിന്നെ അവൻ കരുതുന്നതിനാകയാൽ നിന്റെ സർവ്വ ചിന്താഭാരവും അവൻ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവവചനം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു, I am the living God, the bread of life. Whoever comes me never hungry. Whoever believes me never thirsty. നമ്മുടെ ജീവിതത്തിലെല്ലാം മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കട്ടെ. അത് ഉല്ലസിച്ച പനിനീർ പുഷ്പം പോലെ പൂക്കട്ടെ. മനോഹരമായി പൂത്തുലഞ്ഞ് ഉല്ലസിക്കുന്ന ഒരു ആത്മജീവിതം നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൻ നിറഞ്ഞ സഹവാസവും യേശു എന്ന ഏകനായ ദൈവമേ, പരിശുദ്ധാത്മാവേ, പിതാവേ, രക്ഷക, ഈ ഞങ്ങളുടെ കുടുംബത്തിന്മേലും ഞങ്ങളുടെ മക്കളുടെ മേലും പ്രാർത്ഥനാ വിഷയങ്ങളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ശനി